HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? പഠനത്തിൽ മറക്കരുതാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിന്റെ സബ്ജക്റ്റ് ആണ്. ബാങ്കിങ്ങിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊരു സീരീസ് പോലെ 2-3 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആയിട്ടാണ് നമുക്കിവിടെ ഇന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. നമ്മൾ ബാങ്കിങ്ങിൽ ഉണ്ടാവുന്ന റീസെൻറ്റ് ട്രെൻഡ്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം റീസെൻറ്റ് ട്രെൻഡ്സ്. അതായത് പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പറയാറുണ്ട് കാലത്തിനനുസരിച്ച് മാറുക അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണോ പുതിയ ടെക്നോളജികൾ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പുതിയ നയങ്ങളും പുതിയ പുതിയ രീതികളും കൊണ്ടുവരണം അല്ലേ. സോ എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു കാണാവുള്ളൂ. സോ ബാങ്കിങ്ങിൻ്റെ മേഖലയിൽ എന്തൊക്കെയാണ് ഉണ്ടായ പുതിയ ട്രെൻഡ്സ് എന്ന് നമുക്കിവിടെ നോക്കി നോക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു ട്രെൻഡാണ്, നമുക്കറിയുന്ന കാര്യമാണ് ഇന്റർനെറ്റ് ബാങ്കിങ്. നമുക്കറിയുന്ന കാര്യം അല്ലേ. ഇന്റർനെറ്റ് ബാങ്കിങ് എന്താ നമുക്കറിയാലോ, അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്ന ആളാണ് അല്ലേ. ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഏത് സിസ്റ്റം അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കൂ. ഇന്റർനെറ്റ് ബാങ്കിങ് ഈസ് എ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡ് ബൈ ബാങ്ക്സ് ദാറ്റ് അലൗസ് കസ്റ്റമേഴ്സ് ടു പെർഫോം വാരിയസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ആക്സസ് ബാങ്കിങ് സർവീസ് where the internet using the computer, smartphone or other device. അതായത് ഇന്റർനെറ്റ് ലഭിക്കുന്ന തരത്തിലുള്ള ഡിവൈസസ്, ഇന്റർനെറ്റ് ലഭിക്കുന്ന തരത്തിലുള്ള ഡിവൈസ് ആണ് ഒന്നുകിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത്. സോ ഇത്തരത്തിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഡിജിറ്റലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ബാങ്കിങ് സർവീസോ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് എന്ന രീതിയിൽ നമ്മൾ പറയാം അല്ലേ. അവിടെ എന്താ, ഡിജിറ്റലി ആണ് നടക്കുന്നത് അല്ലേ. നമ്മൾ സാധാരണഗതിയിൽ ബാങ്കിൽ പോയി, ഓക്കെ, നമുക്കിപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് ദൂരെ എവിടെയോ പഠിക്കുന്നുണ്ട്. നമ്മളെ സുഹൃത്ത് ദൂരെ പഠിക്കുന്നത് ഡൽഹിയിലാണെന്ന് വെച്ചോ. ഡൽഹിയിലാണ് നമ്മളെ സുഹൃത്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൽഹിയിലെ സുഹൃത്തിന് ഒരു 10,000 രൂപ നമുക്ക് എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഒന്നും ഇല്ല, എന്താ നമ്മൾ ചെയ്യാം, ഒന്നുകിൽ മണി ഓർഡർ ആയിട്ട് അയക്കും അല്ലേ. പോട്ടെ, അത് വളരെ പഴയ കാലമാണെന്ന് വിചാരിച്ചോ. കുറച്ചുകൂടി പുതിയ കാലമാണ്, നമ്മൾ എന്ത് ചെയ്യും, നേരെ ബാങ്കിൽ പോവും, എന്നിട്ടോ അവിടെ ലീഫിൽ എഴുതി കൊടുക്കും അല്ലേ, ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ പോണത്, ആ അക്കൗണ്ട് നമ്പർ എഴുതി കൊടുക്കും. അതേപോലെ തന്നെ അയാളുടെ പേര്, ആരാണ് ഇവിടെ അയക്കുന്നത്, എമൗണ്ട് എന്ന രീതിയിൽ അവിടെ നമ്മൾ ബാങ്കിൽ പോയിട്ട് പറയാനുള്ള ഡെപ്പോസിറ്റ് അല്ലേ, ഡെപ്പോസിറ്റ് ലീഫ് നമ്മൾ എഴുതി കൊടുത്ത് ആ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരാൾ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ അയക്കാം അല്ലേ. സോ ഇവിടെ അതൊരു ചടങ്ങാണ് അല്ലേ. നമ്മൾ ആ ബാങ്കിൽ പോകണം, ചിലപ്പോൾ വലിയ ക്യൂ ആണ്, നമ്മൾ ക്യൂവിൽ നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ അതിന് വേണ്ടി പോകും. സോ ഇവിടെ ഓൺലൈൻ ബാങ്കിങ് വന്ന സമയമാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ മിക്ക ബാങ്കിനും അവരുടേതായ ആപ്പ് ഉണ്ട് അല്ലേ. SBI ആണെങ്കിലുണ്ട്, ഏതാ ഉള്ളത്, SBI ആണ്, യോനോ ആപ്പ് ഉണ്ട് അല്ലേ. ഫെഡറൽ ബാങ്ക് ആണെങ്കിലോ ഫെഡ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഓരോരോ ബാങ്കിനും അതിൻ്റെതായ ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ. SBI ആണ്, യോനോ ആപ്ലിക്കേഷൻ ഉണ്ട്. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡ്നെറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മളെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. എങ്ങനെ നടത്താം നോക്കൂ, അതിൽ നമ്മൾ ലോഗിൻ ചെയ്യാം അല്ലേ. അതിൽ ലോഗിൻ ചെയ്യാം, ശേഷം നമ്മളെ അക്കൗണ്ട് നമ്പറും അതേപോലെ IFSC കോഡ്, ATM നമ്പർ, ഇതൊക്കെ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞാൽ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ബെനിഫിഷ്യറി കൊടുക്കുക അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ വിത്തിൻ മിനിറ്റുകൾ കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എമൗണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് അയക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ കുറഞ്ഞു കിട്ടി, ബാങ്കിൽ പോകേണ്ടത് കുറഞ്ഞു കിട്ടി, ഒരു ദിവസം നിൽക്കേണ്ടത് കുറഞ്ഞു കിട്ടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞു കിട്ടി അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ഇന്റർനെറ്റ് മുഖാന്തരം അല്ലെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ചില ഡിവൈസസ് ഉപയോഗിച്ച് ബാങ്കിങ് സർവീസസോ ഫിനാൻഷ്യൽ സർവീസസോ അല്ലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസോ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർവീസിംഗ് ആണ് ഇന്റർനെറ്റ് ബാങ്കിങ് അഥവാ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത്. വളരെ ഫെമിലിയർ ആയുള്ള കാര്യമാണ്, ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്നാണ്, കാരണം നിങ്ങൾക്കൊക്കെ നമ്മൾ ഡെയിലി നടത്തുന്ന കാര്യമാണ് അല്ലേ. ഓൺലൈൻ ട്രാൻസാക്ഷൻ നമ്മൾ ഡെയിലി നടത്തുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. എന്താണെന്നുള്ളത്, എന്താണ് ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ്?
ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ. ഒന്നാമത്തെ കൺവീനിയൻസ് ആണ്. എന്താ? ആക്സസ് ബാങ്കിങ് സർവീസ് എനി ടൈം എനിവെയർ അല്ലേ? എവിടെ നിന്നും, അതായത് ഏത് സ്ഥലത്ത് നിന്നും ഏത് സമയത്ത് നമുക്ക് പറ്റും. ഈ ഏത് സ്ഥലം എന്ന് പറയുമ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലമൊന്നും ആവരുത്. റേഞ്ച് ഉള്ള പ്രോപ്പറായ സ്ഥലത്ത് നമുക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? എവിടെ നിന്ന് വേണം നമുക്ക് പറ്റും. ദെൻ സ്പീഡ് ഉണ്ട്. നമുക്ക് എന്ത് കിട്ടും? അതായത് ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റും അല്ലേ? അടുത്തത് 24/7 ആണ്. അതായത് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറും അതേപോലെ 7 ദിവസവും എല്ലാ ദിവസവും വരും. ഇപ്പൊ സൺഡേ ഓഫ് അങ്ങനെയൊന്നുമില്ല. നമ്മളെ ബാങ്കിന് മാത്രമേ ഉള്ളൂ എന്തുള്ളൂ, സൺഡേ ഓഫ്, സെക്കൻഡ് സാറ്റർഡേ ഓഫ്, ഫോർത്ത് സാറ്റർഡേ ഓഫ് എന്നൊക്കെ പറയുന്നുള്ളൂ അല്ലേ? ഇത്തരത്തിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, യാതൊരു 12 മണിക്കും 1 മണിക്കും 2 മണിക്കും എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. ഓക്കെ. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്, അതായത് നമ്മൾ ബാങ്ക് പോണ്ട, അതുപോലെ ബാങ്കിൽ എഴുതി കൊടുക്കണം, ഇത്തരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ അടുത്ത പ്രധാനപ്പെട്ടാണ് എക്കോ ഫ്രണ്ട്ലി അല്ലേ? എക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പറിലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങളും. അതവിടെ വെക്കും. ഒരു 100 ആൾക്കാർ വന്ന് അത്രയും പേപ്പർ അവിടെ ആവശ്യമാണ്. സോ അതിൻ്റെ ഫിസിക്കലി അതിൻ്റെ നശിപ്പിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നമാണ് അല്ലേ? ഇപ്പം നമ്മൾ എക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട്. സോ ഇത്തരത്തിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നടത്താനും വേണ്ടിയും കൂടി പറ്റും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. ഇനി അഡ്വാൻറ്റേജസ് പോലെ തന്നെ റിസ്കുകളും ഉണ്ട് അല്ലേ? നമ്മൾ പ്രധാനമായിട്ടും 3 റിസ്കുകളായിട്ട് നമുക്ക് പറയാം. ഒന്നാമതാണ് സൈബർ സെക്യൂരിറ്റി, ദെൻ ഹ്യൂമൻ എറർ, അടുത്തത് സർവീസ് ഔട്ടേജ് എന്ന് പറയുന്നത് അല്ലേ? 3 എന്താ നമുക്ക് നോക്കാം. ഒന്നാമതാണ് സൈബർ സെക്യൂരിറ്റി. അതായത് നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, നല്ല രീതിയിലാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്റർനെറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലതിന് വേണ്ടി നല്ലതാണ് ഇന്റർനെറ്റ്. പക്ഷേ അതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദുരുപയോഗം ചെയ്യാൻ പറ്റും അല്ലേ? സോ അങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ഇത്തരത്തില് സൈബർ സെക്യൂരിറ്റിയെ ബാധിക്കുന്നത് അല്ലേ? സോ അത്തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ഏതൊക്കെയാ? ഫിഷിങ്, മാൽവെയർ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇത്ര കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും റിസ്കുകളും അവിടെ എന്തായിട്ട് വരുന്നുണ്ട്, ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് അവിടെ ഉണ്ടാവുന്നത്. ദെൻ അടുത്താണ് ഹ്യൂമൻ എറർ. ഹ്യൂമൻ എറർ നമുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മളൊക്കെ എന്താ മെയിൻ ആയിട്ട് നമ്മൾ എഴുതുന്നതും ഒക്കെ ആൾക്കാരാണ് അല്ലേ? നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ എഴുതുക മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും ഹ്യൂമൻ എറർ ഉണ്ടാവാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് മറന്നു പോവുക, അല്ലെങ്കിൽ റോങ് ആവുക. നമ്മൾ സാധാരണ ATM പിന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ? സോ അത് മറന്നു പോകാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ട ത്രെഡ്സ് അവിടെ ഉണ്ട്. ദെൻ അടുത്താണ് സർവീസ്. സർവീസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ പറയും ഇതൊക്കെ 24 മണിക്കൂറും 7 ദിവസം ഉപയോഗിക്കുക എന്ന് പറയും. പക്ഷേ റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല അല്ലേ? ഇപ്പോൾ ഒരു ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്കൊക്കെ ഫേസ് ചെയ്ത കാര്യമുണ്ട്. ചില സമയത്ത് എന്തുണ്ടാവും, ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നടത്തും, നെറ്റ്വർക്ക് ഡൗൺ, ബാങ്കിൻ്റെ സെർവർ ഡൗൺ, പോയില്ലേ? അതല്ലെങ്കിൽ നമ്മൾ പൈസ അയക്കും, നോട്ട് ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെസ്സേജ് വരും. എന്നിട്ടോ അതായത് അഥവാ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് തിരിച്ച് കിട്ടുന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും, അവിടെ പേയ്മെൻറ്റ് എയറിലുണ്ടാവും അല്ലേ? എയറിലുണ്ടാവും പേയ്മെൻറ്റ്. പിന്നെ നമ്മൾ ഒന്നുകൂടി ചെയ്യും, ചിലപ്പോൾ ഡബിളായിട്ട് പേയ്മെൻറ്റ് പോകും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത കുറവിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ദെൻ പൊട്ടൻഷ്യൽ ഡൗൺ ടൈം ഫോർ സെർവർ മെയിൻ്റെയിൻ, അതായത് സെർവർ മെയിൻ്റെനൻസിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്തുമാത്രമല്ല, ബെറ്റർ ക്വാളിറ്റി മാത്രമല്ല, ഇത്തരത്തിലുള്ള റിസ്ക് കൂടി അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ദെൻ ബെസ്റ്റ് പ്രാക്ടീസ്, അതായത് ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ സേഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. അവിടെ ബെറ്റർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്, യൂസ് സ്ട്രോങ് യുണീക്ക് പാസ്വേഡ് ആൻഡ് അപ്ഡേറ്റ് ദം റെഗുലർലി. അതായത് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, അവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ പറയുന്ന കാര്യമാണ്, ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ വേണം, ലോവർ കേസ് ലെറ്റർ വേണം, ദെൻ അപ്പർ കേസ് ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം, പിന്നെ നമ്പേഴ്സ് വേണം അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വേണം. സോ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതൊന്നാമത്തെ കാര്യമാണ്. പിന്നെ അത് കൂടാതെ ഇത്തരത്തിലുള്ള പാസ്വേഡുകൾ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് കൂടെ ചെയ്യുക. ഓക്കെ, അതൊരു നല്ലൊരു കാര്യമാണ്. ദെൻ എനേബിൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. അതായത് നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? വാട്സപ്പിൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉണ്ട്. സോ അതേപോലെ ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനും അവിടെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ അവിടെ
നിർബന്ധമാക്കി മാറ്റുക. ദെൻ അവോയ്ഡ് ആക്സസിങ് ബാങ്കിങ് സൈറ്റ് ഓൺ പബ്ലിക് വൈഫൈ ഓർ ഷെയർഡ് ഡിവൈസ്. അതായത് നമുക്കൊക്കെ ഉള്ള കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്റർനെറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയാൽ വൈഫൈ ഓൺ ആക്കും, എന്നിട്ടോ അവിടെ ഏതെങ്കിലും നെറ്റ്വർക്ക് ഉണ്ട് അതിനകത്ത് കണക്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലോ അങ്ങനെ എവിടെ പോയാലും നമ്മൾ ഓൾറെഡി അവിടെ കണക്ട് ചെയ്യും. അതായത് അവിടെ പബ്ലിക്കിൻ്റെതല്ല, അതായത് നമ്മളെ സർക്കാരിൻ്റെ അല്ലാതെ മറ്റും ചില വൈഫൈ ഡിവൈസസ് അവിടെ ഓണായി കിടക്കുന്നുണ്ടാവും. സോ അതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ നിന്നും നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ഹാക്ക് ചെയ്യാനും ഡാറ്റകളൊക്കെ മോഷ്ടിക്കപ്പെടാനൊക്കെ അവിടെ സാധ്യത കൂടുതലുണ്ട്. സോ അത്തരത്തിലുണ്ടാവുന്ന പബ്ലിക് വൈഫൈസ് ഒക്കെ ആ പബ്ലിക് വൈഫൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ നടത്താതിരിക്കുക കൂടുതലും. അത് നമ്മൾ എന്ത് ചെയ്യും, അത് എന്തെങ്കിലും ഹാനികരമായിട്ട് ബാധിച്ചേക്കാം. ദെൻ ചെക്ക് ഫോർ സെക്യൂർ HTTPS കണക്ഷൻ ഓൺ ദി ബാങ്കിങ് വെബ്സൈറ്റ്. കറക്റ്റ് ആയിട്ടുള്ള ബാങ്കിങ് വെബ്സൈറ്റ് തന്നെയാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, സെക്യൂർ ബാങ്കിങ് വെബ്സൈറ്റ് ആണോ? കാരണം നമുക്കറിയാം അവിടെ ഗൂഗിളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരേപോലെ, അതായത് ഇപ്പോൾ SBIൻ്റെ ആണെങ്കിൽ SBIൻ്റെ അതേ സൈറ്റ് പോലെ തന്നെയുള്ള വേറെ ഒരുപാട് സൈറ്റുകൾ അവിടെ ഉണ്ടാവും അല്ലേ, നമ്മളൊക്കെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ശ്രദ്ധിക്കുക, ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിൻ്റെ സൈറ്റ് തന്നെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ ശ്രദ്ധിക്കുക. ദെൻ മോണിറ്ററിങ് യുവർ അക്കൗണ്ട് റെഗുലർലി ഫോർ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ. നമ്മളെ ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് വെക്കുക നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. ദെൻ നെവർ ഷെയർ OTPs ഓർ ലോഗിൻ ക്രെഡൻഷ്യൽസ് വിത്ത് എനിവൺ. അതായത് നമുക്ക് വരുന്ന OTPs മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുക. സോ ഇത്രയൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കാണ് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ അഥവാ ATM അല്ലേ. നമ്മളൊക്കെ ഒരുപാട് ഇതിൻ്റെ ഫുൾ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തെറ്റിച്ച് പറയും അല്ലേ. ATM എനി ടൈം മണി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പക്ഷേ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് ATMൻ്റെ ഫുൾ ഫോം. എന്താണ് ATM എന്ന് നമുക്ക് നോക്കാം. ATM allow customers to perform financial transaction without need for a human cashier. അവിടെ നമുക്കറിയാം ATMൽ പോയിരുന്നു, ഇത് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ATM ഒക്കെ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ATM കൗണ്ടറിൽ പോകുന്നു, നമ്മളെ ഒരു കാർഡ് ഉണ്ടാവും, ആ കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്യുന്നു, ദെൻ നമ്മളൊരു പിൻ നമ്പർ അടിക്കുന്നു, ക്യാഷ് എത്രയാണോ ക്യാഷ് അവിടെ കൊടുത്ത് വിഡ്രോ ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. നമുക്കൊരു ക്യാഷ്യർ ഇല്ലാതെ, അതാണ് അവിടെ കൊടുത്തത്, നീഡ് ഫോർ എ ഹ്യൂമൻ ക്യാഷ്യർ. ഒരു ഹ്യൂമൻ ക്യാഷ്യർ ഇല്ലാതെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ATMലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് പ്രധാനമായിട്ടും എന്താ വരിക, 3 ഡിവൈസ് അതിന് പ്രധാനമായിട്ടുണ്ട്. നോക്കൂ, ഒന്നാമതാണ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് സെക്യൂരിറ്റി ഫീച്ചർ എന്ന രീതിയിൽ. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർഡ് റീഡർ അതുപോലെ കീപാഡ് ആണ് അതിൻ്റെ അകത്ത് വരിക. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ആയിട്ട് വരുമ്പോൾ അതിനകത്തുള്ള സ്ക്രീന്, റെസിപ്റ്റ് പ്രിന്റർ, ദെൻ ക്യാഷ് ഡിസ്പെൻസേഴ്സ് വരും. ഓക്കെ, ദെൻ സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ട് വരുമ്പോൾ പിൻ ഓതന്റിക്കേഷൻ, എൻക്രിപ്ഷൻ ആൻഡ് ബയോമെട്രിക് സിസ്റ്റം വരും. ഇതറിയാലോ എന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ATM എന്നത് അല്ലേ. ഓക്കെ, ദെൻ ATMലുള്ള 2 കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള 2 പ്രധാനപ്പെട്ട കാർഡാണ്. ഒന്ന് ക്രെഡിറ്റ് കാർഡ്, ഒന്ന് ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അല്ലേ. നമ്മൾക്കൊക്കെ ബാങ്കിൽ നിന്ന് നമുക്ക് കോള് വരും അല്ലേ, പ്രധാനപ്പെട്ട മുഖ്യധാര ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കോള് വരും. എന്താ സാറേ, ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്, ഇത്രത്തോളം അതിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടെന്നൊക്കെ നമുക്ക് കോള് വരും അല്ലേ. ക്രെഡിറ്റ് കാർഡ് എന്താ, ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ, അതുപോലെ ഡെബിറ്റ് കാർഡ്, 2 കാർഡുകളെ പറ്റി നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കാം. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് വേഴ്സസ് ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ബോറോഡ് ഫണ്ട് ഇഷ്യൂഡ് ബൈ എ ബാങ്ക്. ദെൻ അവിടെ എന്താ ചെയ്യുന്നത്, ക്രെഡിറ്റ് ബാങ്കിൽ ചെയ്യുന്ന അല്ലെ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യുന്നത്, നമ്മൾ സാധാരണഗതിയിൽ എവിടെയെങ്കിലും പൈസ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോവുക അല്ലേ. നമ്മളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോവുക. സോ ആ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന കാർഡുകളെ ഡെബിറ്റ് കാർഡ് എന്ന് പറയും. ഇനി അഥവാ നമ്മളെ അക്കൗണ്ടിൽ പൈസ ഇല്ല, ഓക്കെ, പക്ഷേ ട്രാൻസാക്ഷൻ നടത്തണം. സോ ആ സമയത്ത് തൽക്കാലത്തേക്ക് ബാങ്ക് എന്ത് ചെയ്യും, പൈസ കൊടുക്കും. ഓക്കെ, തൽക്കാലത്തേക്ക് ബാങ്ക് പൈസ കൊടുക്കും. പക്ഷേ ഇത്ര കാലാവധിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ബാങ്കിന് തിരിച്ചടയ്ക്കണം. അതാണ് ഇവിടെ ക്രെഡിറ്റ് കാർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കറിയാം ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്ന കാര്യമാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. എന്തൊക്കെ നമുക്ക് നോക്കാം. ക്യാൻ റീപ്പ് റിവാർഡ്, ട്രാവൽ പോയിന്റ് ഡിസ്കൗണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവിടെ ചിലപ്പോൾ റിവാർഡുകളും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കൂടാതെ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഫീ വേറി, അതായത് അതിന് ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ ഫീസൊക്കെ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന്. ദെൻ ടു മച്ച് സ്പെൻഡിങ് ക്യാൻ ലീഡ് ടു ഡെറ്റ്, അതായത്
ക്രെഡിറ്റ് കാർഡ് കൂടുതൽ ഉപയോഗിക്കുന്നതോളം നമ്മളെ കടം കൂടും. തിരിച്ച് എങ്ങോട്ട് അടയ്ക്കണം? ബാങ്കിലേക്ക് അടയ്ക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു പരിധി വെക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ ഡെബിറ്റ് കാർഡിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ? മണി ഡിഡക്റ്റഡ് ഫ്രം യുവർ ബാങ്ക് അക്കൗണ്ട്. നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുക? മണി ഡിഡക്ട് ചെയ്യുക. ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൈസ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ല. അതാണ് ഡെബിറ്റ് കാർഡിന്റെ പ്രത്യേകത. ദെൻ ലിറ്റിൽ ടു നോ ഫീസ്, അതേപോലെ ഇൻട്രസ്റ്റ് ചാർജുകൾ ഇല്ല. ഓക്കെ, അത്തരത്തിലുള്ള ഡിഫറൻസ്. പ്രധാനമായിട്ടും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആണ്. ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ബാങ്ക് അവിടെ പേയ്മെന്റ് ചെയ്യും, തിരിച്ച് നമ്മൾ ബാങ്കിലോട്ട് എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് ചെയ്താൽ മതി. ഡെബിറ്റ് കാർഡ് ആവുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കാർഡ് വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റാം. ഓക്കെ, നിങ്ങൾക്കറിയാം CSEBയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ഇത്തവണ 264 ഒഴിവുകളോടുകൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പുതുവത്സരമാണ്. ഈ പുതുവത്സരത്തിൽ നമുക്കൊരു സർക്കാർ ജോലിയിലേക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കിലെ ഒരു ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അതൊക്കെ നമ്മുടെ സ്വപ്നമായിരിക്കും അല്ലേ പലരുടെയും. സോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇവിടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെയാ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് സെഷൻസ്, മോഡൽ എക്സാംസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ്, കൊറി ഹാൻഡ്ലിംഗ്, സ്റ്റഡി മെറ്റീരിയൽ, ഇത്തരം ഒരുപാട് ഫീച്ചറോട് കൂടിയാണ് ഇവിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ മടിക്കണ്ട, ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഇതിന്റെ ബാക്കി ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഇന്റർനെറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ബൈ.